നമസ്കാരം. ഒരു ഓണക്കവിതയാകാം. 2003 പുരോഗമന കലാസാഹിത്യ സംഘം അയ്യമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിദ്ധീകരിച്ച കതിര ത്രൈമാസികത്തിൽ ഈ ഗദ്യകവിത പ്രസിദ്ധീകരിച്ചിരുന്നു. തേടി വന്ന തിരുവോണം. പതിവിന് വിപരീതമായി ഓണമെത്തി. ഓലക്കുടയില്ലാതെ, ഓമൽ സ്വപ്നങ്ങളില്ലാതെ, തികച്ചും അഭയാർത്ഥിയെപ്പോലെ, കൈവെള്ളയിൽ ആണിപ്പഴുതോടെ, ഓടി രക്ഷപ്പെടുന്ന പ്രവാചകൻ്റെ കാൽ തളർച്ചയോടെ, കണ്ണുകളിൽ ചത്തക്കിനാവിൻ്റെ പീളയടിഞ്ഞിരുന്നു, ചുണ്ടുകളിൽ സ്നേഹദാഹത്തിൻ്റെ വരൾച്ചയും, മുനയൊടിഞ്ഞ സംഗീതത്തിൻ്റെ നിശബ്ദതയുമായി പതിവിന് വിപരീതമായി ഓണമെത്തി. കാണേണ്ട കാഴ്ചകൾ എന്നിട്ടും നിരത്തിലുണ്ടായിരുന്നു. തടയപ്പെട്ട കാറിലിരുന്ന് പ്രസവിക്കേണ്ടി വന്ന അമ്മയുടെ മകനായിരുന്നു ഓണപ്പൊട്ട. തിരുവോണ സദ്യയ്ക്കിരുന്ന അച്ഛൻ്റെ മുന്നിലേക്ക് കീറാത്ത വാഴയിലയിൽ വിളമ്പിയത് മകൻ്റെ വെട്ടിനുറുക്കിയ ശരീരഭാഗങ്ങൾ കൊണ്ടൊരു പുതുവിഭവം. രാഷ്ട്രീയ മസാലയിൽ വെന്ത കറിയുടെ സാന്ത്വനഗന്ധം മേമ്പൊടി. മന്ത്രിയെ കറുത്ത പൊടി കൊണ്ട് എതിരേറ്റ അഞ്ചന് പോലീസ് നൽകിയത് ഓണത്തല്ല. അതവന് ഓർമ്മകളിൽ നിന്നും വറ്റാത്തൊരു കൊമേഴ്സ്യൽ ബ്രേക്കായി. അനുജത്തിക്ക് വിശ്വസിച്ചവൻ നൽകിയ ചുരിദാറും പെർഫ്യൂമും, തുടയിടയ്ക്കിൽ ചോര തോരാത്ത തിരുമുറിവും. ഓണം ഇക്കുറി ലാഭം മാത്രം. ലോകം മുഴുവൻ ബോംബുകൾ കൊണ്ട് ഓലപ്പടക്കം പൊട്ടിച്ച് ഓണം കൊണ്ടാടിയെന്ന് ചാനലുകൾ. ഇവിടെ ഡിസ്കൗണ്ട് വിലയ്ക്ക് ഭാര്യയുടെ തണുത്ത ശരീരം. അതുകൊണ്ടെന്താ, 14 കഴിഞ്ഞ ഏക പെൺകുഞ്ഞിന് മെഗാ സീരിയലിൽ ഒരു റോൾ കിട്ടി. 2 വർഷത്തേക്ക് ഒരു ജോലിയായി. മോളിപ്പോൾ മൂളിപ്പാട്ട് പാടാറില്ല. മൊബൈൽ കൊഞ്ചലായി ശീലം. ടി വിയിൽ മാവേലിയുടെ മീശയ്ക്ക് ഗം കുറവായിരുന്നു. ക്രോപ്പ് ഹെയർ ഒരറ്റത്ത് അടർന്നു തൂങ്ങിയിരുന്നു. എങ്കിലും മുഖം ഇന്നസെൻ്റായി തുടർന്നു. ഓണക്കാസറ്റിൽ നാടോടിപ്പാട്ടെന്നും പറഞ്ഞ് ഒരു കറുത്ത പെണ്ണിനെ കൂടി ബലാത്സംഗം ചെയ്തു അത്രേ. അപ്പുറത്തെ വീട്ടുകാർ ആരോടും പറയാതെ വീട് വിറ്റതും, പുതിയ താമസക്കാർ ആ വീട്ടിൽ കയറി താമസിച്ച ആ രാത്രി തന്നെ ആത്മഹത്യ ചെയ്തതും ഓണപ്പാട്ടാക്കി വിറ്റതിൻ്റെ ചെക്ക് ഇന്നാണ് കിട്ടിയത്, ഈ തിരുവോണനാളിൽ. പതിവിന് വിപരീതമായാണോ ഓണം എത്തിയത്? അതോ എന്തായാലും പൂവേ പുലി കൊണ്ട് ഒരു 500 തെറി ഒഴി, എങ്കിലേ സ്വസ്ഥത കിട്ടും.